ഇത് വലിയ ഒരു നേട്ടമായിട്ടാണ് നമ്മളെല്ലാവരും പരിഗണിക്കുന്നത്. എന്തുകൊണ്ട് ജനങ്ങൾ ഇത്ര ആവേശത്തോടു കൂടി ഈ പ്രൊജക്റ്റിൽ പ്രതികരിച്ചു എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. അതായത് ഇന്ത്യയിലെ പിന്നാക്ക വിഭാഗങ്ങളെ വിദ്യാഭ്യാസ രംഗത്ത് ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്ന വലിയ ഒരു ലക്ഷ്യം ഈ പ്രൊജക്റ്റിന്റെ പിന്നിലുണ്ട്. അത് സാധാരണ ഒരു എംപവർമെന്റ് അല്ല. അവർക്ക് രാജ്യത്തിന്റെ ഉന്നത ഉദ്യോഗങ്ങളിൽ എത്തിപ്പെടാൻ പറ്റുന്ന വിധത്തിൽ അവരെ ശാക്തീകരിക്കുക എന്ന് പറയുന്ന അതിലാണ് ഈ പ്രൊജക്റ്റിന്റെ ഫോക്കസ്. രാജ്യത്തെ ഉന്നതോദ്യോഗങ്ങളിൽ പിന്നാക്ക വിഭാഗങ്ങളെ എത്തിക്കുക എന്ന് പറയുന്ന ഒരു വലിയ വിഷൻ ഈ പ്രൊജക്റ്റിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത്രയധികം ആയിരക്കണക്കിന് ആളുകൾ ഈ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഈ പ്രൊജക്റ്റുമായിട്ട് സഹകരിച്ച് അവരുടെ കോൺട്രിബ്യൂഷൻ ഇതിന് നൽകിയത്. ഇതിലാദ്യമായി സർവശക്തനായ അള്ളാഹു നമ്മളുടെ ഒന്നും ആഗ്രഹങ്ങളും തീരുമാനങ്ങളും അനുസരിച്ചല്ല, ലോകത്ത് ആകാശത്ത് മാത്രമല്ല ഭൂമിയിലും കാര്യങ്ങൾ നടക്കുന്നത് എന്നതിൻ്റെ കുറേ തെളിവുകളിൽ ഒരു തെളിവാണിത്. ഈ ലോകത്ത് എന്ത് നടക്കണമെന്ന് അള്ളാഹ് തീരുമാനിച്ചതാണ് നടക്കുന്നത്. അപ്പം ഇത് അള്ളാഹു ഉദ്ദേശിക്കുന്ന ഒരു ലോകത്ത് നീതി ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് സഹായകമായ ഒരു പ്രൊജക്റ്റ് ആയതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഭൂമിയിൽ അവൻ്റെ നീതി നടപ്പിലാക്കുവാനുള്ള എല്ലാ ഉപകരണങ്ങളും എല്ലാ മാധ്യമങ്ങളും അവൻ സംവിധാനിക്കും എന്ന ഒരു ഉറപ്പാണ് ഇത്തരം ഒരു പ്രൊജക്റ്റിനെ സംബന്ധിച്ച് വിഭാവന ഉണ്ടാക്കുവാനും പ്ലാൻ ഉണ്ടാക്കുവാനും അതിനെ ഭൂമിയിൽ ഇറക്കുവാനും ഇതിൻ്റെ പിന്നിലുള്ള ആളുകളെ പ്രേരിപ്പിച്ചത്. അപ്പം അത് ഒരു യാഥാർത്ഥ്യമായി അൽഹംദുലില്ലാഹ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഭൂമി 50 ഏക്കർ ഭൂമി വാങ്ങൽ, അതുപോലെ തന്നെ അത്യാവശ്യം ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കൽ തുടങ്ങിയ ഘട്ടങ്ങൾ കടന്ന് അത് ആർട്സിന് ശേഷം സയൻസ് ആൻഡ് ടെക്നോളജിക്ക് ശേഷം ലോ കോളേജിൽ എത്തി നിൽക്കുകയും അതിൻ്റെ ബിൽഡിംഗ് ഇല്ലാത്തത് കൊണ്ട് ആ ബിൽഡിംഗ് ഉണ്ടാക്കുവാൻ ഒരു ക്രൗഡ് ഫണ്ടിങ്ങിലേക്ക് ഇറങ്ങുകയുമായിരുന്നല്ലോ നമ്മൾ ചെയ്തത്. അപ്പം ആ സ്വപ്നവും യാഥാർത്ഥ്യമാവുകയാണ്. നമ്മളുടെ ലോ കോളേജിന്റെ നിർമ്മാണം ആരംഭിച്ച ആ നിർമ്മാണ സൈറ്റിലേക്ക് നമുക്ക് പോകാം. അതായത് ഇതിന്റെ ക്രൗഡ് ഫണ്ടിങ് ആരംഭിച്ച മാത്രയിൽ തന്നെ ഇവിടെ ക്രൗഡ് ഫണ്ടിങ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഉള്ളത്, ഞാൻ മാത്രമല്ല, അൽജാമിയ ഡെപ്യൂട്ടി റെക്ടർ ഡോക്ടർ നഹാസ് മാള, അതുപോലെ തന്നെ അൽജാമിയ സ്റ്റാഫ്, ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ്, ഇവരെല്ലാവരും കൂടിച്ചേർന്നാണ് ഈ ക്യാമ്പയിൻ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അൽജാമിയയിൽ ഒരു വാർ റൂം തുറന്നുകൊണ്ട് ആണ് ഞങ്ങൾ അധ്യാപകരും അഡ്മിൻ സ്റ്റാഫും വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും അതുപോലെ തന്നെ ഈ ക്യാമ്പസിലുള്ള മുഴുവൻ ആളുകളും, സ്വീപ്പർ, സെക്യൂരിറ്റി, എല്ലാവരും പങ്കുചേർന്നുകൊണ്ട് എല്ലാവരും അവരവർക്ക് സാധിക്കുന്ന വിധത്തിൽ പരമാവധി മണിക്കൂറുകളിൽ രാവും പകലും ഇതിനു വേണ്ടിയിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അങ്ങനെ ഇവിടെയുള്ള അൽജാമിയക്കകത്തുള്ള വിദ്യാർത്ഥിനികളും സ്റ്റാഫും ഈ പ്രൊജക്റ്റിന് 7 കോടി രൂപ ചെലവ് വരുന്ന ഈ പ്രൊജക്റ്റിന് 1 കോടി രൂപ അവരിലൂടെ ഉണ്ടാക്കാം എന്ന് അവർ തീരുമാനിച്ച് കേരളത്തിലുള്ള പല ആളുകളും ആയിട്ട് ബന്ധപ്പെട്ട് 1 കോടി രൂപ ഈ പ്രൊജക്റ്റിലേക്ക് ഈ ക്യാമ്പസിനകത്തുള്ള അൽജാമിയ കുടുംബം 1 കോടി രൂപ ഇതിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ ശേഖരിച്ച 3 കോടിയിൽ അവരുടെ അധ്വാന പരിശ്രമങ്ങൾ കൊണ്ട് തന്നെ, നിങ്ങളാണ് ആ പണം കൊടുത്തത്, പക്ഷേ നിങ്ങളിലേക്ക് ഇവിടെയുള്ള ആളുകൾ എത്തിപ്പെട്ടു. അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്തും പല ആളുകളും, പല സുഹൃത്തുക്കളും സഹോദരന്മാരും ഇസ്ലാമിക പ്രവർത്തകരും ഈ കാര്യം ലോകത്തെ ജനങ്ങളെ അറിയിക്കുകയും മലയാളികളായ ആളുകളിലേക്ക് എത്തിപ്പെടുവാൻ അവർ ശ്രമിക്കുകയും അവർ വഴി ഇതേപ്പറ്റി അറിഞ്ഞ് കുറേ ആളുകൾ ഈ പ്രൊജക്റ്റിൽ പങ്കാളികളായി കഴിയുകയും ചെയ്തു.
അങ്ങനെയാണ് നമ്മൾ 3 കോടിയിലെത്തിയത്. പക്ഷേ ഇനിയാണ് ടാസ്ക്. ഇനി അങ്ങോട്ടാണ് 7 കോടിയിലേക്കാണ് നമ്മൾ 3 കോടി കവിഞ്ഞിരിക്കുന്നത്. നമുക്കുറപ്പുണ്ട് ഇന്ന് രാത്രിയോടുകൂടി നമ്മൾ 7 കോടിയിലെത്തും. 7 കോടിയിലെത്തും ഇൻഷാ അല്ലാ. ഈ 7 കോടിയിലെത്തുവാൻ എൻ്റെ എല്ലാ സഹോദരീ സഹോദരന്മാരും അവരുടെ കോൺട്രിബ്യൂഷൻ ഇതിൽ വർദ്ധിപ്പിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആ ഒരു സംഖ്യയിലേക്ക് നമുക്ക് എത്തിപ്പെടണം. ആ ലോ കോളേജിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒന്ന് വലുതാക്കൂ. ഇപ്പോൾ ഇതിലേക്ക് ഒന്നാമത്തെ രൂപ വന്ന് വീഴാൻ തുടങ്ങിയത് മുതൽ ലോ കോളേജിന്റെ സൈറ്റിൽ, നമ്മുടെ നോളജ് വേൾഡ് സൈറ്റിൽ അതിന്റെ ആദ്യ പില്ലറിനുള്ള കുഴിയുടെ പണിയും തുടങ്ങി. ഇനി നിങ്ങൾക്ക് കാണാം ഇതിന്റെ അപ്പപ്പോൾ ഉള്ള പുരോഗതി. നിങ്ങളുടെ കാശുകൊണ്ട്, നിങ്ങളുടെ ദാനധർമ്മം കൊണ്ട്, നിങ്ങളുടെ വഖഫ് കൊണ്ട് നിർമ്മിക്കുന്ന ഈ കെട്ടിടത്തിന്റെ, ലോ കോളേജിന്റെ 3 നില വരുന്ന വളരെ സുന്ദരമായ 30,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ ബിൽഡിങ്ങിന്റെ നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടവും ഇൻഷാ അല്ലാ അൽജാമിയയുടെ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളിലൂടെ ഞങ്ങൾ ലോകത്തെ അറിയിച്ചുകൊണ്ടിരിക്കും. നിങ്ങളിതിന്റെ പുരോഗതി കാണണം. ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത എല്ലാ ആളുകളും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം. നിങ്ങളുടെ പൈസയേക്കാൾ പ്രധാനമാണ് നിങ്ങൾ കൂടെ ഉണ്ടാവുകയും നിങ്ങൾ മനസ്സുകൊണ്ട് ഇതിന്റെ കൂടെ നിൽക്കുകയും നിങ്ങൾ ഈ പ്രൊജക്റ്റ് മൊത്തം, ലോ കോളേജ് മാത്രമല്ല, ഇതിൽ വരാൻ പോകുന്ന എല്ലാ പ്രൊജക്റ്റുകളും പൂർത്തിയായിട്ട് ഇത് രാജ്യത്തെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ചും പിന്നാക്ക വിഭാഗങ്ങൾക്ക് പ്രയോജനകരമാകുന്ന ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിന്റെ പുരോഗതി, ഈ ബിൽഡിംഗ് നിർമ്മാണത്തിന്റെ പുരോഗതി ഇൻഷാ അല്ലാ ഞങ്ങൾ അപ്പോൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വൈകാതെ തന്നെ ഈ 30,000 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 നില കെട്ടിടം, ലോ കോളേജിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള സമയം വളരെ കുറവാണ്. അതാണ് പ്രധാനം. കുറേ ആളുകൾ ഇതിൽ പങ്കാളികളായി. നിങ്ങൾ ബാക്കിയുള്ള ആളുകളെ ഇത് അറിയിക്കൂ. ഇനിയുള്ള ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നമുക്ക് ഏതാണ്ട് 3.5 കോടി രൂപ നമ്മൾ ടാർഗറ്റിന്റെ പകുതിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ള സംഖ്യ ഇന്ന് വൈകുന്നേരത്തോടു കൂടി, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് ലോ കോളേജിന്റെ നിർമ്മാണം. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഇൻഷാ അല്ലാ ബാക്കിയുള്ള പണം കൂടി സ്വരൂപിച്ച് നമുക്ക് ഈ പ്രൊജക്റ്റ് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇത് പരമാവധി ഷെയർ ചെയ്ത് കേരളത്തിലെ എത്ര മലയാളികൾക്ക് ഇത് എത്തിക്കാൻ പറ്റുമോ അവരിലേക്കൊക്കെ ഇത് എത്തിച്ചിട്ട് ഈ പ്രൊജക്റ്റ് പൂർത്തീകരിക്കുവാൻ കൂടെ ഉണ്ടാവണം എന്നാണ് അഭ്യർത്ഥിക്കുവാനുള്ളത്. അപ്പോൾ ഈ നാസേ അങ്ങോട്ട് തിരിക്ക ക്യാമറ. ഓക്കെ, അങ്ങോട്ട് തിരിക്കും. അല്ല, ഇതിന്റെ ഈ നോളജ് വേൾഡ് കോൺസെപ്റ്റുമായി ബന്ധപ്പെടുത്തിയ കുറച്ച് കാര്യങ്ങളൊക്കെ ആളുകൾ സംശയമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൂടി സലാം സാഹിബ് ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. ഓക്കെ, ഇതിന്റെ കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആണ്. അതായത് ഇത് വെറുതെ ഒരു പ്രൊജക്റ്റിന് വേണ്ടി ഒരു പ്രൊജക്റ്റ് എന്നുള്ളതല്ല. നമ്മുടെ ഈ പ്രൊജക്റ്റിൽ ടീം ഇത്രയധികം വർക്ക് ചെയ്യാനുള്ള കാരണം എന്താ? നമ്മുടെ രാജ്യത്തുള്ള ഒരു സാഹചര്യമാണ്. ആ സാഹചര്യം ഞാൻ വിശദീകരിക്കേണ്ടതില്ല. നമ്മളുടെ രാജ്യത്തുള്ള പിന്നാക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. പ്രശ്നത്തിന് പരിഹാരം എന്ത്? പ്രശ്നത്തിന് പരിഹാരം നമ്മൾ പ്രസംഗിച്ചും പുസ്തകം എഴുതിയും മാത്രം പരിഹരിക്കാൻ പറ്റില്ല. അതൊക്കെ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ പ്രാക്ടിക്കലായിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഇവിടെ ഒരു സമൂഹമുണ്ട്. ആ സമൂഹം ഈ രാജ്യത്തെ പിന്നാക്ക വിഭാഗമാണ്. അവരധസ്ഥിതരാണ്. അവര് വലിയ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഭരണഘടന തന്നെ ആ ഭരണഘടനയുടെ ചട്ടക്കൂട്ടിൽ ഒരു ന്യൂനപക്ഷത്തെ സംബന്ധിച്ചുള്ള, പിന്നാക്ക വിഭാഗങ്ങളെ സംബന്ധിച്ചുള്ള ഒരു കാഴ്ചപ്പാട് അവതരിപ്പിക്കുകയും അവരെ പിന്തുണക്കുവാൻ, മറ്റുള്ളവരുടെ കൂടെ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ട സംവിധാനം നമ്മുടെ രാജ്യത്തെ ഭരണഘടനയുടെ അകത്ത് തന്നെ ഈ രാജ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ
ഒരു ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന, ഒരു സംശയമല്ല. അത് ഈ രാജ്യത്തെ ബഹുസ്വര സമൂഹത്തിൽ പല വിഭാഗങ്ങളുള്ളത് കൊണ്ട് രാജ്യത്തെ ഭരണഘടനാ ശില്പികൾ അങ്ങനെയാണ് ഈ സമൂഹത്തെ കാണുകയും സമൂഹത്തിന് ചില സംവിധാനങ്ങൾ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ഈ രാജ്യത്തെ ഈ പിന്നാക്ക വിഭാഗങ്ങളെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പ്രായോഗിക നടപടികൾ എടുക്കണം. അപ്പോൾ ഈ പ്രായോഗിക നടപടികളിൽ നിങ്ങൾ ഒരു സമൂഹത്തെ പിന്തുണയ്ക്കാനും ഉയർത്തിക്കൊണ്ടുവരാനും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും അധികം നിങ്ങളുടെ ഫോക്കസ് എവിടെയായിരിക്കണം? എവിടെയാണ് നിങ്ങളുടെ ഫോക്കസ്? ഒരു സംശയമില്ല, നമ്മുടെ ഫോക്കസ് എഡ്യൂക്കേഷനിലായിരിക്കണം. അത് ഒരു പുതിയ കാര്യമല്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. വിദ്യാഭ്യാസത്തിൽ, ഇൽമിൽ, വിജ്ഞാനത്തിൽ, നോളജിൽ നിങ്ങളൊരു സമൂഹത്തെ ശക്തമാക്കുമ്പോഴാണ് ആ സമൂഹം ശക്തമാവുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് ഒരു സമൂഹത്തെ ശക്തമാക്കാൻ കഴിയില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇത് പരമാവധി ഒരു സമൂഹത്തിന് നൽകി അവരെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പം നമ്മളുടെ കേരളത്തിൽ വിശേഷിച്ചും രാജ്യത്ത് പൊതുവെയും പിന്നാക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് കണ്ടമാനം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പല നല്ല മനുഷ്യരും ഉണ്ടാക്കുന്നുണ്ട്. നഴ്സറി മുതൽ സ്കൂൾ, സെക്കൻഡറി, സീനിയർ സെക്കൻഡറി, കോളേജുകൾ വരെ ഉണ്ടാക്കുന്നുണ്ട്. വളരെ നല്ല കാര്യം. അതിലൂടെ സമൂഹത്തിൻ്റെ എംപവർമെന്റ് സാധിച്ചിട്ടുണ്ട്, ഇതൊന്നും ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഈ പ്രൊജക്റ്റ് അതിൽ തന്നെ ഒരു ഏരിയയിൽ ഫോക്കസ് ചെയ്യുന്നതാണ്. അത് പൊതുവായ ഒരു ആർട്സ് കോളേജ് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ്, ഒരു മെഡിക്കൽ കോളേജ്, ആ കാഴ്ചപ്പാടല്ല. ഇത് ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഏരിയകൾ തിരഞ്ഞെടുത്തു. ഇപ്പോൾ ഉദാഹരണമായിട്ട് സയൻസ് ആൻഡ് ടെക്നോളജി അത് തിരഞ്ഞെടുക്കുമ്പോഴേ നമ്മളുടെ ഈ പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്ന് ഈ രാജ്യത്തെ സയന്റിസ്റ്റുകളും അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളുടെ മേധാവികളും ഉള്ള ഒരു സമൂഹമായിട്ട് ഈ പിന്നാക്ക സമൂഹം ഉയർന്നു വരണം എന്നതാണ് നമ്മുടെ സ്വപ്നം. അങ്ങനെ അവർ ഈ രാജ്യത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ സംഭാവനകൾ ചെയ്യാൻ പറ്റുന്ന, രാജ്യത്തെ ആ വിധത്തിൽ സേവിക്കാൻ പറ്റുന്ന ഒരു കൂട്ടർ ഈ പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വരണം. അപ്പോഴാണ് അവർ ഈ രാജ്യത്തിന്റെ പുരോഗമനത്തിൽ പങ്കുവഹിക്കുന്ന ഒരു സമൂഹമാവുന്നത്. ഈ രാജ്യത്തിന് അവർ വേണ്ടി വരുന്ന, രാജ്യം ആവശ്യപ്പെടുന്ന ഒരു സമൂഹമാവുന്നത്. അപ്പോഴാണ് അവർ രാജ്യത്ത് സ്വാധീനമുള്ള ഒരു സമുദായമാവുന്നത്. നമ്മൾ തിരഞ്ഞെടുത്ത മറ്റൊന്ന് ലോ ആണ്. ലോ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? നീതി എന്ന് പറയുന്നത് ലോകത്തെ എല്ലാവരും, മതഭേദമന്യേ എല്ലാവരും അംഗീകരിക്കുന്നതും നമ്മുടെ ഭരണഘടന എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നതുമായ ഒരു മൂല്യമാണല്ലോ. അപ്പോൾ അനീതി ചെയ്യപ്പെടുന്ന മനുഷ്യന്മാർക്ക് നീതി ലഭിക്കണം. ഈ രാജ്യത്തെ ഏറ്റവും അധികം നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് പിന്നാക്ക വിഭാഗങ്ങൾ. അവർക്ക് നീതി കിട്ടുന്നില്ല എന്ന് പരാതി പറഞ്ഞതുകൊണ്ടായില്ല. നീതി, നമ്മുടെ രാജ്യത്തെ ഭരണഘടനയെ നടപ്പിലാക്കുന്നത് ജുഡീഷ്യറിയാണ്. ഈ നിയമ സംവിധാനത്തിൽ അവർ എത്തിപ്പെടുകയും രാജ്യത്തെ നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് നീതി വാങ്ങിക്കൊടുക്കുന്ന പ്രക്രിയയിൽ അവർ പങ്കാളികളും ആവുകയും ചെയ്യുമ്പോഴാണ് നീതി നിഷേധിക്കപ്പെട്ട ഒരു സമൂഹത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന ചോദ്യത്തിനുള്ള മറുപടിയാവുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലോ കോളേജിനെ പറ്റി ആലോചിക്കുന്നത്, സ്കൂൾ ഓഫ് ലോ. അപ്പോൾ ഒരു ലോ കോളേജ്, ഇപ്പോൾ നമ്മളുടെ ഈ ഫണ്ട് അതാണല്ലോ, ക്രൗഡ് ഫണ്ടിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ലോ കോളേജ്. ഈ ലോ കോളേജ് ഉണ്ടാക്കുമ്പോഴേ അതേപ്പറ്റിയുള്ള നമ്മുടെ കാഴ്ചപ്പാട് ഇതാണ്. നാളെ മറ്റന്നാൾ 5 വർഷം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് ലോകത്തെ സുപ്രീം കോടതികളിൽ, രാജ്യത്തെ സുപ്രീം കോടതിയിൽ, ഹൈക്കോടതികളിൽ, ജില്ലാ കോടതികളിൽ എല്ലായിടത്തും ഈ പിന്നാക്ക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ അവർ നീതി വാങ്ങിക്കൊടുക്കുന്നതിൽ അവർ പങ്കാളികളാവേണ്ടതുണ്ട്. രാജ്യത്തെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന നീതിയെക്കുറിച്ചുള്ള സങ്കല്പം നടപ്പിലാക്കുന്നതിൽ അവർ പങ്കാളികളാവേണ്ടതുണ്ട്. അവർ നീതിയെപ്പറ്റി പ്രസംഗിച്ചതുകൊണ്ട് മാത്രമായില്ല. അതാണ് ലോ കോളേജിന്റെ പ്രസക്തി. നീതി നിഷേധിക്കപ്പെടുന്നവർക്ക്
ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ജയിലിൽ കിടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുണ്ട്. അതിൽ എന്താണ് കുറ്റമെന്നറിയാത്ത വിചാരണ തടവുകാരുണ്ട്. എന്താണ് അവർ ചെയ്തത് എന്ന് ഇതുവരെ തെളിയിക്കപ്പെടാത്ത ആളുകൾ. ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് കേസുകൾ വിചാരണയ്ക്ക് വന്നല്ലോ, ജാമ്യത്തിൻ്റെ ഉമർ ഖാലിദിൻ്റെയും ഒക്കെ. അപ്പോൾ ഈ കേസിൽ നീതിക്ക് വേണ്ടി ഹാജരാവുന്ന കപിൽ സിബലിനെ പോലുള്ള അഡ്വക്കറ്റുമാർ, അവർ എത്ര ആകാംക്ഷയോടും ഉത്കണ്ഠയോടും കൂടിയാണ് ജഡ്ജിയുടെ വിധി വായിക്കുന്നത് കേൾക്കുന്നത് എന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിരിക്കും. ഒരു അഡ്വക്കറ്റിൻ്റെ, ഒരു നിയമജ്ഞൻ്റെ നീതി വാങ്ങിക്കൊടുക്കുവാനുള്ള ഉത്കണ്ഠയും ആകാംക്ഷയും ആണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഞാനപ്പോൾ ശ്രദ്ധിച്ചത്. ഇതേപോലെ നീതിക്ക് വേണ്ടി സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും എഴുന്നേറ്റ് നിൽക്കാൻ ത്രാണിയുള്ള, അത്രയും നിയമപരിജ്ഞാനമുള്ള, ഇത് രണ്ടുണ്ടായിട്ട് മാത്രം കാര്യമില്ല, കമ്മിറ്റ്മെൻറ്റ്, മൂല്യങ്ങളോട് എത്തിക്സുള്ള, സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള, രാജ്യത്തെ ഭരണഘടനയോട് പ്രതിബദ്ധതയുള്ള ഒരു കൂട്ടരുണ്ടാകുമ്പോഴേ രാജ്യത്ത് നിയമം നടപ്പിലാവൂ, നീതി നടപ്പിലാവൂ. നമ്മൾ ലോ കോളേജ് ഉണ്ടാക്കുമ്പോൾ അതാണ് നമ്മളുടെ സങ്കല്പം. നമ്മൾ ഫോക്കസ് ചെയ്യുന്ന മറ്റൊരു ഏരിയ മീഡിയ സ്റ്റഡീസാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട് ഡെമോക്രസിയുടെ പില്ലറിനെ സംബന്ധിച്ച്, അത് ലെജിസ്ലേറ്റീവും ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ മാധ്യമമാണ്, മീഡിയ. ഈ മീഡിയ ആണ് രാജ്യത്തെ നിയന്ത്രിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത്. ഇന്ന് വാർത്താമാധ്യമങ്ങൾ സമൂഹത്തെ വഴിപഴപ്പിക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ വാചാലരാകുമ്പോൾ നമ്മൾ അവിടെയും നമ്മൾ എന്താണ് ക്രിയാത്മകമായ ഒരു സ്റ്റെപ്പ് എടുക്കുന്നത്? കേരളത്തിൽ മീഡിയ വൺ, മാധ്യമം പോലുള്ള സ്ഥാപനങ്ങളുണ്ട്, അല്ലാത്തതുമായ കുറേ സ്ഥാപനങ്ങളുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ നല്ലൊരളവോളം നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കുന്നവയാണ്. പക്ഷേ കേരളത്തിൻ്റെ പുറത്തേക്ക് പോകുമ്പോൾ ഇതേപോലുള്ള മീഡിയകൾ ഉണ്ടായിരുന്നുവെങ്കിൽ രാജ്യത്തിൻ്റെ അവസ്ഥ ഇതാകുമായിരുന്നില്ല. ഇപ്പോൾ മീഡിയയിലിരിക്കുന്ന ആളുകൾ, മാധ്യമപ്രവർത്തകർ, അത് പ്രിന്റ് മീഡിയ ആവട്ടെ വിഷ്വൽ മീഡിയ ആവട്ടെ, അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഈ മൂല്യബോധവും ഭരണഘടനയോടുള്ള കമ്മിറ്റ്മെൻറ്റും സമൂഹത്തോടുള്ള കമ്മിറ്റ്മെൻറ്റും ഉണ്ടാവണ്ടേ? അപ്പം നമ്മൾ സങ്കല്പിക്കുന്നത് കേരളത്തിൽ ഒരു മീഡിയ വണ്ണോ മാധ്യമമോ ഉണ്ടായതുകൊണ്ട് മാത്രം ഇത് പ്രശ്നം പരിഹരിക്കുകയില്ല. ഇന്ത്യയിൽ പ്രധാനപ്പെട്ട, സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഇതേപോലുള്ള മാധ്യമ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ? അതുണ്ടാക്കണം. അതില്ലെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ മാധ്യമപ്രവർത്തകരായിട്ട് നിങ്ങൾ അതിന് കഴിവും യോഗ്യതയുള്ള ആളുകളായിട്ട് എത്തി നിങ്ങൾ അവിടെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം നടത്തുവാൻ യോഗ്യരായ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഈ പിന്നാക്ക വിഭാഗത്തിൽ നിന്നുണ്ടാകുമ്പോഴേ മാധ്യമം സ്ഥാപനങ്ങൾ വഴി സമൂഹത്തെ നേർവഴിക്ക് നയിക്കാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. അല്ലാതെ മാധ്യമങ്ങളുടെ നിഷ്പക്ഷതയെ സംബന്ധിച്ച് നമ്മൾ പ്രസംഗിച്ചത് കൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കില്ല. അപ്പോൾ അതാണ് മീഡിയ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ. ഇതേപോലെ തന്നെ സോഷ്യൽ സയൻസസ്, ബിസിനസ് സ്റ്റഡീസ്, എഡ്യൂക്കേഷൻ, ഇതൊക്കെയാണ് ഇങ്ങനെ 5-6 ഏരിയകളിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിന് ഇതുപോലുള്ള ഒരു വലിയ വിഷനുണ്ട്. ഈ വിഷൻ ഭൂമിയിൽ ഇറക്കണമെങ്കിൽ ഉള്ള സംവിധാനങ്ങൾ വേണം, അതിന് ഇൻഫ്രാസ്ട്രക്ചർ വേണം. ആ ഇൻഫ്രാസ്ട്രക്ചറാണ് ഇപ്പോൾ നമ്മൾ 50 ഏക്കർ ഭൂമി വാങ്ങി ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഭൂമിയും ഇൻഫ്രാസ്ട്രക്ചറുമാണ് മുഴുവൻ എന്ന് നമ്മൾക്ക് ഒരു വിശ്വാസമില്ല. ഇതിലേക്ക് നല്ല പ്രഗത്ഭരായ ഫാക്കൽറ്റിയെ കൊണ്ടുവരണം, മേധാവികൾ കൊണ്ടുവരണം, നല്ല വിദ്യാർത്ഥിനികൾക്ക് ഈ ഒരു ഓറിയന്റേഷൻ കൊടുക്കുവാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം, അവർക്ക് എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കണം. ലോകത്തെ, ഇന്ത്യ രാജ്യത്തെ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ലോകത്തെ അന്താരാഷ്ട്ര ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കിക്കൊണ്ട് ഇതിനെ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു സ്ഥാപനമാക്കി വളർത്തിക്കൊണ്ടുവരണം. അതുപോലെ തന്നെ ഭാവിയിൽ ഇതിനെ ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് പിന്നെ ഉയർത്തിക്കൊണ്ടുവരണം. ഇങ്ങനെയൊക്കെയുള്ള സ്വപ്നത്തോടു കൂടി നാം വിഭാവന ചെയ്ത ഒരു പ്രൊജക്റ്റാണ് നോളജ് വേൾഡ്. സ്വപ്നം കാണുമ്പോൾ അതിൻ്റെ 1-ാം ദിവസം തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് നടപ്പിലാക്കാൻ കഴിയില്ല. ഇത് ഘട്ടം ഘട്ടമായിട്ടാണ്. അൽജാമിയൽ ഇസ്ലാമിയ എന്ന് പറയുന്ന ഇസ്ലാമിയ കോളേജിനെ ഒരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ആക്കാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ അതിൻ്റെ 1-ാം ദിവസം തന്നെ ഇതൊക്കെ ശരിയായിട്ട് നമ്മൾ ഇതിനെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ നടക്കില്ല. സാധാരണ മാനേജ്മെൻറ്റിൽ പറയാറുണ്ട്, നിങ്ങളൊരു കാര്യത്തിൽ 60%
നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടിക്കണം, അല്ലാതെ അത് 100 ആവാൻ വേണ്ടി കാത്തിരിക്കരുത്. 60% നിങ്ങൾ ഒരു സംഗതിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പെർഫെക്ഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ പരിപൂർണത എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് അന്ത്യനാൾ വരെ അങ്ങനെ ഇരിക്കാം, അല്ലാതെ നടപ്പിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഒരു 60% എത്തിക്കഴിഞ്ഞാൽ, ഇപ്പം ഞങ്ങളുടെ അടുത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, ഇത് നടത്താനുള്ള പണമായി കഴിഞ്ഞു. പണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വാളിറ്റി കൊണ്ടുവരാം, നിങ്ങളുടെ വിഷൻ നിങ്ങൾക്ക് നേടിയെടുക്കാം. അപ്പോൾ ഖുർആൻ പറഞ്ഞതുപോലെ, പണത്തെപ്പറ്റി ഖുർആൻ പറഞ്ഞല്ലോ, അല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമ, നിങ്ങളുടെ നിലനിൽപ്പിൻ്റെ ആധാരമാണ് സമ്പത്ത് എന്ന് പറയുന്നുണ്ട്. നിലനിൽപ്പിൻ്റെ ആധാരമാണ് സമ്പത്ത്. സമ്പത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വാളിറ്റി കൊണ്ടുവരാം, നിങ്ങൾക്ക് നിങ്ങളുടെ വിഷൻ നടപ്പിലാക്കാം. അപ്പോൾ അതിൻ്റെ ആദ്യപടിയാണ് ഇത്. അപ്പോൾ നോളജ് വേൾഡ് എന്ന് പറയുന്ന ഈ പ്രൊജക്റ്റ്, അതിൻ്റെ റിസൾട്ട് വരുന്നത് ചിലപ്പോൾ 5 കൊല്ലം 10 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും. ജാമിയ ഇസ്ലാമിയ ഈ പറയുന്ന സ്ഥാപനം 55-ലാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ റിസൾട്ട് വരുന്നത് ഇപ്പോഴാണ്. 980-കൾക്ക് ശേഷമാണ് ആളുകൾ അതിൻ്റെ റിസൾട്ട് കുറേ വ്യക്തികളിലൂടെ കാണാൻ തുടങ്ങിയത്. അൽ ജാമിയയിൽ നിന്ന് പുറത്തിറങ്ങിയ ജാമിയ ആയത് 2000 ആണ്ടിലാണ്. അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ 25 നൂറ്റാണ്ടായി. അതിൻ്റെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഒരു 5 കൊല്ലം കൂടിയും കഴിയുമ്പോഴേ ഇതിൻ്റെ റിസൾട്ട് ആളുകൾക്ക് മനസ്സിലാവും. എന്നതുപോലെ നോളജ് വേൾഡ് പ്രൊജക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കുറച്ച് നീണ്ടുപോയി, ബാക്കി ഇൻഷാ അല്ലാഹ് നഹാസ് സാഹിബ് ലൈവിൽ ചേരും. ഈ ലൈവ് ഒന്നുകൂടി പറയട്ടെ, നിങ്ങൾ പരമാവധി ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് പരമാവധി ആളുകളെ ഇന്ന് ഇൻഷാ അല്ലാഹ് ഈ ക്യാമ്പയിൻ അവസാനിക്കുന്നത് വരെ നമ്മൾ ഈ ലൈവിൽ തുടരും. അപ്പോൾ ആളുകൾ പരമാവധി ഇതിലേക്ക് പിന്നെ പണം സ്വയം അയച്ചും സമാഹരിച്ചും ഇതിനെ നമ്മൾക്ക് വേഗം ഇപ്പോൾ 3 എന്ന് കാണുന്ന സ്ഥലത്ത് 7 ആക്കണം. അപ്പോൾ 3.5-ൽ നിന്ന് ഇനി പകുതിയിലേക്കാണ് നമ്മൾ ചാടേണ്ടത്. എല്ലാ ക്യാമ്പയിനുകളിലും അവസാനമാകുമ്പോഴാണ് ആളുകൾ കൂടുതൽ പിന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുക. അപ്പോൾ ആ അർത്ഥത്തിൽ എല്ലാവരും ഈ ദിവസം, ഇന്നത്തെ ദിവസം വേഗം തന്നെ ഇതിൽ പങ്കാളികളാവണം എന്നാണ് പറയാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ബാക്കി നാസാഹിബ് പറയും. ഇതിൽ വരുന്ന കാര്യമായൊരു മറ്റൊരു സംശയ ദൂരീകരണം എന്താണെന്ന് വെച്ചാല്, ഇതിന്റെ ഒരു സ്റ്റെപ്പ് നമ്മൾ തുടങ്ങിയത് ഏത് ഘട്ടത്തിലായിരുന്നു? അൽജാമിയ എന്നുള്ളിടത്ത് നിന്ന് നോളജ് വേൾഡ് എന്നുള്ള ഒരു അതിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് വിശദമായിട്ടല്ലെങ്കിലും ചെറുതായിട്ടൊന്ന് തന്നെ, അതാണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ പറയുന്നതിനേക്കാൾ ആളുകൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ, 955-ലാണല്ലോ ഈ ശാന്തപുരം ഇസ്ലാമിയ കോളേജ് ഉണ്ടാവുന്നത്, മുല്ലാകുർശിയിൽ. അത് ഉണ്ടായി. അത് തന്നെ ഒരു വ്യത്യസ്തമായ പദ്ധതിയായിരുന്നു. അത് മതവിദ്യാഭ്യാസ കേന്ദ്രം എന്ന് പറയുമ്പോഴും ഒരു പരമ്പരാഗത മതവിദ്യാഭ്യാസ കേന്ദ്രം ആയിരുന്നില്ല. പകരം ഇംഗ്ലീഷും ഉറുദു പേർഷ്യൻ ഭാഷകൾ പഠിപ്പിക്കുന്ന, സയൻസും സോഷ്യൽ സ്റ്റഡീസും മാത്സും പഠിപ്പിക്കുന്ന, ഖുർആനും ഹദീസും ഫിഖും പഠിപ്പിക്കുന്ന, അങ്ങനെ ഒരു ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ് അന്ന് ആദ്യമായിട്ട് കേരളത്തിൽ പരീക്ഷിക്കപ്പെടുന്നത്. അതായിരുന്നു ഇസ്ലാമിയ കോളേജ്. അത് വൻ വിജയമായി. അങ്ങനെ അത് പല ഘട്ടങ്ങളിലൂടെയും കഴിഞ്ഞ് 2000 ആണ്ടിലെത്തിയപ്പോഴാണ് ഈ വിജയത്തെ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിന്നെ തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് ഇസ്ലാമിയ കോളേജ് യൂണിവേഴ്സിറ്റി അൽ ജാമിയ ഇസ്ലാമിയായിട്ട് മാറുന്നത്. 4 നൂറ്റാണ്ട് ജാമിയ ഇസ്ലാമിയ, ഉസൂലുദ്ദീൻ, ശരിയ, പിന്നെ കോളേജുകൾ, അതുപോലെ തന്നെ ഇസ്ലാമിക് തോട്ട്, ഇസ്ലാമിക് കണ്ടംപററി ഫിഖ്, പിന്നെ റിലീജിയൻ, പിന്നെ ലാംഗ്വേജസ്, റിസർച്ച് സെന്ററുകൾ, IT സെന്റർ, ഇങ്ങനെ പല സെന്ററുകളും അതുപോലെ തന്നെ പല ഫാക്കൽറ്റി, പല ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ആയിട്ട് ജാമിയ ഇസ്ലാമിയ 4 നൂറ്റാണ്ട് പൂർത്തിയാക്കി. അൽഹംദുലില്ലാ, അതും ചരിത്രത്തിലെ ഇസ്ലാമിയ കോളേജിന്റെ ഒരു അടുത്ത 2ാമത്തെ ഘട്ടമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. 2025 4 നൂറ്റാണ്ടായി. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലാണ് നമ്മളുടെ വിദ്യാഭ്യാസത്തിൽ ഇപ്പം ഞാൻ ഈ വിശദീകരിച്ചതുപോലുള്ള ഒരു സ്റ്റെപ്പ് എടുക്കേണ്ട സാഹചര്യങ്ങളാണല്ലോ പ്രൊജക്റ്റുകളെ, വിഷനെ രൂപപ്പെടുത്തുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നിന്ന് ഉണ്ടായ ഒരു വിഷനാണ് ഈ ഇസ്ലാമിയ കോളേജ്, ജാമിയ ഇസ്ലാമിയ. ഇനി ജാമിയ ഇസ്ലാമിയയുടെ അടുത്ത വികാസമായിട്ട്
നോളജ് വേൾഡ്. ഇപ്പോൾ ജാമിയ ഇസ്ലാമിയ അവിടെ ഉണ്ട്. അത് സ്കോളർലി ലീഡർഷിപ്പ് എന്ന് പറയുന്ന വിവരമുള്ള നേതാക്കളെ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഇസ്ലാമിക പാണ്ഡിത്യമുള്ള ഒരു നേതൃനിരയെ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്ന അതിൻ്റെ ലക്ഷ്യത്തോടു കൂടി അതവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെയും പ്രവർത്തിക്കും. അത് കാലാകാലവും പ്രവർത്തിക്കേണ്ടതുമാണ്. അത് സമൂഹത്തിലെ ഒരു ഭാഗം ഒരു ദൗത്യം നിർവഹിക്കും. സമൂഹത്തിൽ, ഇന്ത്യൻ സമൂഹത്തിലെ പ്രത്യേകിച്ചും പിന്നാക്ക വിഭാഗങ്ങളിൽ രണ്ടാമത്തെ ദൗത്യം, ഇപ്പം ഞാൻ ഈ പറഞ്ഞ ദൗത്യം നിർവഹിക്കുവാൻ നമുക്കൊരു സംവിധാനം വേണം. അതൊരു സാധാരണ സംവിധാനമല്ല. ഒരു സെൽഫ് ഫിനാൻസ് കോളേജ്, ഒരു ആർട്സ് കോളേജ്, അതും കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. നിലവിലെ ഒരുപാട് സെൽഫ് ഫിനാൻസ് കോളേജുകൾ പൂട്ടിപ്പോകുന്ന, അതല്ലെങ്കിൽ സീറ്റുകൾ കാലിയായി കിടക്കുന്ന അവസ്ഥയുണ്ട്. ലോ കോളേജുകൾ തന്നെ കുറെ അനുവദിക്കപ്പെട്ട ലോ കോളേജുകളുണ്ട്. അപ്പൊ അതിനിടയിൽ ഈ ലോ കോളേജിന്റെ പ്രസക്തി എന്താണ്? ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ സമുച്ചയം ഒരു സ്ഥലത്ത്, പ്രത്യേകിച്ചും നോളജ് വേൾഡ് എന്ന പേരിൽ വരുമ്പോൾ അതിന്റെ ഒരു പെക്യൂലിയറായ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് ആളുകൾ ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഒരു സ്ഥാപനത്തെ പറ്റിയുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എന്ത് എന്നുള്ളതാണ് ഇതിൽ പ്രശ്നം. അതായത് ഇപ്പോൾ ഇസ്ലാമിയ കോളേജ് തുടങ്ങുമ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ഇസ്ലാമിയ കോളേജുകൾ ഉണ്ടായിരുന്നു. ഇസ്ലാമിയ കോളേജ് പേരതായിരിക്കില്ല, പക്ഷെ അതിൽ നിന്ന് ഒരു വ്യത്യസ്തത ഉണ്ടായതുകൊണ്ടാണ് ഇസ്ലാമിയ കോളേജ് പിടിച്ചു നിന്നത്. അത് വലിയ ദൗത്യം നിർവഹിച്ചത്. ആർട്സ് കോളേജുകൾ ഇപ്പോൾ ഇതിൻ്റെ ആദ്യഘട്ടം ഒരു ആർട്സ് കോളേജാണ്. 2014 ഈ പെരിന്തൽമണ്ണക്ക് അടുത്തുള്ള പൂപ്പലത്ത് നമ്മൾ ഒരു ആർട്സ് കോളേജാണ് ആദ്യം തുടങ്ങിയത്. 2014, 10 വർഷമായി. അത് ഒരു സെൽഫ് ഫിനാൻസ് കോളേജാണ്. പക്ഷെ ആ സെൽഫ് ഫിനാൻസ് കോളേജ് തുടങ്ങുമ്പോഴും കേരളത്തിൽ ഇഷ്ടംപോലെ സെൽഫ് ഫിനാൻസ് കോളേജുകളുണ്ട്. ആ കോളേജുകളിൽ നിന്ന് നമ്മളുടെ ഈ അൽജാമിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്ന പേരിലാണ് തുടങ്ങിയത്. ആ കോളേജിൻ്റെ ഒരു വ്യത്യസ്തത ഉണ്ടായിരുന്നു. അതായത് ആ കോളേജിലെ ഡിസിപ്ലിൻ, ആ കോളേജിലെ റിസൾട്ട്, ആ കോളേജിൽ നമ്മൾ യോഗ്യരായ കൃത്യമായ കട്ട് ഓഫ് മാർക്ക് വെച്ച് പഠനത്തെ സീരിയസ് ആയിട്ട് കാണുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു കോളേജ് ആയിരിക്കണം അത് എന്നുള്ളതായിരുന്നു അതിൻ്റെ സങ്കല്പം. ആ കോളേജ് വിജയിച്ചു. ആ കോളേജ് അൽജാമിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്ന് പറയുന്നത് 92% റിസൾട്ടുള്ള മലപ്പുറം ജില്ലയിലെ തന്നെ ക്വാളിറ്റിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കോളേജുകളിൽ ഒന്നാണ് നമ്മൾ നടത്തുന്ന കോളേജ്. അപ്പോൾ നിങ്ങൾ എന്ത് കൊടുക്കുന്നു, നിങ്ങൾ മേൽവിലാസം എന്ത് എന്നുള്ളതല്ല, എന്താണ് ഇതിന്റെ ഉള്ളടക്കം എന്നുള്ളതാണ്. പുതിയതരം കോഴ്സുകൾ അവിടെ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അവിടെ അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിട്ടുള്ള ആർട്സ് കോളേജ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തൊരു കോളേജായിരിക്കും. അപ്പോൾ അവിടെ 15ഓളം കോഴ്സുകൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അനുവദിച്ചിട്ടുള്ള 15ഓളം കോഴ്സുകൾ നമ്മൾ പറയുന്ന ഒരു വിഷന് ഉപകരിക്കുന്ന വിധത്തിൽ അതിനെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് അതിൽ ചെയ്തത്. ഈ 2014 മുതലുള്ള ആർട്സ് കോളേജ് അത് ഏറ്റവും ക്വാളിറ്റിയിൽ ഒരു സ്ഥാപനം നടത്തുക എന്നുള്ളതായിരുന്നു അതിൻ്റെ വിഷയം. ആ ആർട്സ് കോളേജിൻ്റെ ഒരു വികാസവും അൽജാമിയയുടെ ഒരു വിഷനും ആണ് യഥാർത്ഥത്തിൽ ഈ നോളജ് വേൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോളജ് വേൾഡിൽ ഇപ്പോൾ കോളേജുകൾ കൊണ്ടുവരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ലോ കോളേജ് ശരിയാണ്, ഈ പറയുന്നത് വളരെ പ്രസക്തമാണ്. കേരളത്തിൽ എത്രയോ ലോ കോളേജുകളുണ്ട്. കേരളത്തിൽ എത്രയോ ലോ കോളേജുകളുണ്ട്. പല ലോ കോളേജിലും വിദ്യാർത്ഥികളില്ല. ഇത് വളരെ ശരിയാണ്. പക്ഷേ വിദ്യാർത്ഥികൾ ഇല്ലാതിരിക്കുന്നത് എന്തുകൊണ്ട്? ഇപ്പോൾ കേരളത്തിലെ ആർട്സ് കോളേജിൽ വിദ്യാർത്ഥികളില്ല. നമ്മളുടെ ആർട്സ് കോളേജിൽ വിദ്യാർത്ഥികളുണ്ട്. നമ്മളുടെ ഈ അൽജാമിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 1000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ആ കോളേജിൽ അഡ്മിഷൻ ഒരു പ്രശ്നമായിട്ടില്ല. അത് കുട്ടികളില്ലാത്തതുകൊണ്ട് ഈ ആർട്സ് കോളേജ് പൂട്ടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. കാരണം അതിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ ക്വാളിറ്റിയാണത്. എന്ന പോലെ നിങ്ങളൊരു ലോ കോളേജ് ഉണ്ടാക്കുമ്പോൾ അത് വിജയിക്കണമെങ്കിൽ നിങ്ങൾ ആ ലോ കോളേജിൻ്റെ ഉള്ളടക്കം എന്ത്, അതിൻ്റെ ക്വാളിറ്റി എന്ത് എന്നുള്ളതാണ് പ്രധാനം. നമ്മളെ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു ലോ കോളേജാണ് നമ്മളുടെ സങ്കല്പത്തിലുള്ളത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ലോ കോളേജുകളിലൂടെ കുട്ടികളില്ല എന്ന് പറഞ്ഞു. നമ്മൾ ലോ കോളേജ് ആൾറെഡി തുടങ്ങി, അംഗീകാരം കിട്ടി തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് ഇയറിൻ്റെ അഡ്മിഷൻ 2 വർഷം കഴിഞ്ഞ വർഷമാണ് തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്മിഷൻ നില പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും മറ്റ് കോളേജുകളെ അപേക്ഷിച്ച് ആ കോളേജിലേക്ക് കുട്ടികൾ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിനെ കൂടുതൽ മാർക്കറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ വിഷൻ എത്തുകയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കെ തന്നെ ലോ കോളേജിൽ നമുക്ക് അത്യാവശ്യം അഡ്മിഷൻ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള മറ്റ് വിദേശ ലോ യൂണിവേഴ്സിറ്റികളൊക്കെ ആയിട്ട് ബന്ധമുള്ള, അവിടെ നിന്നൊക്കെ വിസിറ്റിംഗ് ഫാക്കൽറ്റി വരുന്ന ഈ ഫാക്കൽറ്റി എക്സ്ചേഞ്ച്, സ്റ്റുഡൻസ് എക്സ്ചേഞ്ച് പ്രോഗ്രാമുകൾ ഒക്കെയുള്ള
ഒരു ലോ കോളേജാണ് നമ്മുടെ സങ്കല്പത്തിലുള്ളത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കുട്ടികളെ കിട്ടാൻ പ്രയാസമുണ്ടാവില്ല. ഇത് തുടങ്ങിയ സമയത്ത് തന്നെ ഇപ്പോൾ ഫൈസാൻ മുസ്തഫയെ പോലെയുള്ള ആളുകളുടെയൊക്കെ വലിയൊരു വരവും മറ്റുമൊക്കെ വലിയൊരു ചർച്ച. ഫൈസാൻ മുസ്തഫയെ പോലുള്ള ആളുകൾ വന്നു. ഒരു വിദേശ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 2 വിസിറ്റിംഗ് പ്രൊഫസർമാർ വന്നു. അവർ ഇവിടെ 10 ദിവസത്തോളം നമ്മുടെ ഈ സ്റ്റുഡൻസിന് ക്ലാസ് എടുത്തു. ഇതൊക്കെ നമ്മളുടെ കോളേജിന്റെ ഒരു പ്രത്യേകതയായിരിക്കും. ഇതൊന്നും ഇപ്പോൾ ഈ പൂട്ടി പോകുന്ന കുട്ടികളില്ലാത്ത കോളേജുകളിൽ ഇല്ല. അപ്പം നമ്മളുടെ ഈ കോളേജിന്റെ വ്യത്യസ്തത കൊണ്ടാണ് നമ്മൾ കോളേജുകൾ ഇത് അങ്ങനെ ചോദിക്കാൻ കാരണം നമ്മുടെ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവർക്ക് തന്നെയും ഈ നോളജ് വേൾഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ്, ചിലർക്ക് ആ പദപ്രയോഗം തന്നെ പുതിയതാണ്. അതോടൊപ്പം ഇത് ഒരു സ്ഥലത്ത് വന്ന് ഇത്ര ഏക്കർ സ്ഥലത്ത് തന്നെ ഇതൊക്കെ ഒരുമിച്ചുണ്ടാകേണ്ടതിന്റെ ആവശ്യകത എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ചിലർ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതില് ഭാവിയിൽ കാണുന്നതടക്കമുള്ള അതെ, ഇത് നമ്മൾ ഓരോ കോളേജും ഓരോ സ്ഥലത്ത് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ഒരു നിയമവ്യവസ്ഥ ഉണ്ടല്ലോ. അതായത് നിങ്ങൾക്ക് ഇതൊരു യൂണിവേഴ്സിറ്റി ആയിട്ട് വരാൻ പോകുന്ന ഒരു സ്ഥാപനമാണ്. ഒരു പ്രൈവറ്റ്, അത് പലർക്കും അറിയാത്ത അതാണ് ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി. അതായത് ഇപ്പൊ ഗവൺമെന്റ് ചട്ടങ്ങളുണ്ട്, നോംസ് ഉണ്ട്. ഈ നോംസ് അനുസരിച്ചാലേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആവണം. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആവണമെങ്കിൽ അതിന് ഭൂമി വേണം, ഇൻഫ്രാസ്ട്രക്ചർ വേണം. അതൊക്കെ ആവുമ്പോഴാണ് നമുക്കൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസിന് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു ക്യാമ്പസിൽ ഇത് കൊണ്ടുവരാന്നുള്ള, പിന്നെ മൊത്തത്തിൽ ലോകത്തിന്റെ നിങ്ങളുടെ ഒരു വലിയ ക്യാമ്പസിന് ബ്രാഞ്ച് ഉണ്ടാവുമെന്നല്ലാതെ ഒരു യൂണിവേഴ്സിറ്റി ഒരു ഇവിടെ ലോ കോളേജ് മറ്റു സ്ഥലത്ത് വേറെ സ്ഥലത്ത് സോഷ്യൽ സയൻസ് അങ്ങനെ അല്ലല്ലോ. അപ്പോൾ അത് നമ്മുടെ നാക് അക്രഡിറ്റേഷൻ ഇപ്പോൾ കഴിഞ്ഞ 4 മാസം മുമ്പാണ് കഴിഞ്ഞത്. ഇനി അടുത്ത സ്റ്റെപ്പുകൾ എന്താണ് എന്നാണ് നമുക്ക്? അതെ, നാക് അടുത്ത സ്റ്റെപ്പുകൾ ഇപ്പം നമ്മൾ ലോ കോളേജ് ആൾറെഡി തുടങ്ങി. ലോ കോളേജ് തുടങ്ങി. ഇനി നമ്മൾക്കിപ്പോൾ 3 പ്രോഗ്രാമുകൾ കിട്ടി. അതായത് BBA LLB, BCom LLB, LLB. ഈ 2 ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ, 5 ഇയർ ഡിഗ്രി പിന്നെ ഒരു 3 ഇയർ ഡിഗ്രി, ഇങ്ങനെ 3 കോഴ്സുകൾ നമ്മൾക്ക് കിട്ടി. ഈ ലോ കോളേജിനെ നമ്മൾ ശക്തിപ്പെടുത്തും. സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ബിൽഡിംഗ് നമ്മൾക്കായിരിക്കുന്നു. ഈ സയൻസിൽ നമ്മൾക്ക് കൂടുതൽ കോഴ്സുകൾ കൊണ്ടുവരണം. ഇപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോഴ്സ് ഇപ്പോൾ വന്നു. ഇനി ബാക്കി സയൻസ് കോഴ്സുകൾ നമ്മൾ ഈ സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ കൊണ്ടുവരണം. അടുത്തത് നമ്മളുടെ സോഷ്യൽ സയൻസിൻ്റെ ബിൽഡിംഗ് ഉണ്ടാക്കുക, മീഡിയ സ്റ്റഡീസിൻ്റെ ബിൽഡിംഗ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസിൻ്റെ ബിൽഡിംഗ് ഉണ്ടാക്കുക. ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അതേപോലെ തന്നെ ഈ പ്രൊജക്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റാണ് ലൈബ്രറി ആൻഡ് റിസർച്ച് സെൻറ്റർ. ഇത് ഒരു സന്തോഷ വാർത്തയാണ്. ഈ ജാമ്യയിൽ പഠിച്ച വിദ്യാർത്ഥികൾ ആ പ്രൊജക്റ്റ് ഞങ്ങളുടെ പ്രൊജക്റ്റാണ് എന്ന് പറഞ്ഞാൽ അവരത് ഏറ്റെടുത്തിരിക്കുന്നു. ഏതാണ്ട് 9 കോടി ചെലവ് വരുന്ന, അത് കേരളത്തിലെ തന്നെ മികച്ച ലൈബ്രറികളിൽ ഒന്നായിരിക്കും. റിസർച്ച് ലൈബ്രറിയാണ്. ഇപ്പോൾ ഈ നോളജ് വേൾഡ് പ്രൊജക്റ്റിലെ പ്രധാനപ്പെട്ട, നേരത്തെ നിങ്ങൾ ചോദിച്ചല്ലോ ഒരു ക്യാമ്പസിൽ ഇതെന്താണെന്ന്. അപ്പോൾ ആ ക്യാമ്പസിൻ്റെ ഒരു ഭാഗമാണ് ഈ റിസർച്ച് ലൈബ്രറി. അപ്പോൾ ഈ പറയുന്ന 9 കോടി രൂപ വരുന്ന ചെലവ് വരുന്ന, നിർമ്മാണ ചെലവ് വരുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ലൈബ്രറി റിസർച്ച് സെൻ്റർ ആയിരിക്കും അത്. അപ്പം അത് ഈ അൽജാമിയക്ക് ഏതാണ്ട് 10,000-ഓളം പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്. അവരുടെ ഒരു കോൺട്രിബ്യൂഷനിലൂടെ ഈ പ്രൊജക്റ്റ് ഉണ്ടാക്കി തരും എന്ന് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നു. അവർ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് പിന്നെ ഹോസ്റ്റലുകൾ, ഇപ്പോൾ അവിടെ 2 ഹോസ്റ്റലുകൾ വന്നു പുതുതായിട്ട്. ബോയ്സ് ഹോസ്റ്റൽ, ഗേൾസ് ഹോസ്റ്റൽ. ഗേൾസ് ഹോസ്റ്റലിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ബോയ്സ് ഹോസ്റ്റൽ ഏതാണ്ട് 1 മാസത്തെ കൂടി അവസാന പണികൾ കൂടി തീർന്നാൽ ബോയ്സ് ഹോസ്റ്റലും തയ്യാറായി. പക്ഷേ ഹോസ്റ്റലുകൾ ഇനിയും ഉണ്ടാവും. അതുപോലെ തന്നെ പുതിയ അക്കാഡമിക് ബ്ലോക്കുകൾ വരും. പിന്നെ കുട്ടികൾക്ക് വേണ്ട ബാക്കി സംവിധാനങ്ങൾ, പിന്നെ ഒരു പള്ളി, കൾച്ചറൽ സെൻറ്റർ. ഏതാണ്ട് ഈ ക്യാമ്പസിൽ ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്, ദാറുൽ ഫലാഹ് പൂപ്പലം സ്കൂൾ. ആ സ്കൂളിനെയും നമ്മൾ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ നമ്മളുടെ അജണ്ടയിലുണ്ട്. സംസ്ഥാനത്തിന് ഏറ്റവും മികച്ച റെക്കോർഡുള്ള ഒരു CBSE സ്കൂളാണത്. അതെ, 3000-ഓളം സ്റ്റുഡൻസ് ഉള്ള ഒരു വലിയ സ്കൂളാണത്. അത് നമ്മളുടെ ഈ പ്രൊജക്റ്റിന്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അവർക്കുള്ള വേറൊരു സംശയം, ഇത് പെരിന്തൽമണ്ണയുള്ള, മലപ്പുറത്തുള്ള, കൂടി വന്നാൽ കേരളത്തിലെ ആളുകൾ മാത്രം പഠിക്കുന്ന ഒരു സ്ഥലമാണ് എന്നൊരു ഇതുണ്ട്. അപ്പൊ എനിക്കത് തോന്നുന്നു സലാം സാഹിബ് നേരത്തെ പറഞ്ഞ ഒരു അറിവ് വെച്ചുകൊണ്ട് ഇത് നമ്മൾ ഒരു പാൻ ഇന്ത്യൻ വിഷനിൽ തന്നെ കാണുന്ന വ്യത്യസ്തരായ
കുട്ടികളെ പലവിധ സ്റ്റേറ്റുകളിൽ നിന്നടക്കം ഇപ്പൊ നമ്മുടെ ലോ കോളേജില് ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നൊക്കെ കുട്ടികളുണ്ട്. അതെ. അപ്പൊ അതടക്കം അവർ കേരളത്തിൽ വന്നത് പഠിക്കേണ്ടതിന്റെയും നേരത്തെ തന്നെ അൽജാമിയയിൽ കേരളത്തിൽ പുറത്തു നിന്നുള്ള കുട്ടികളോട് പഠിക്കുമ്പോൾ അവര് കൊണ്ടുപോയ ടേക്ക് എവേകൾ, അവരുടെ നാട്ടിൽ അത് മുഖേന സാധ്യമായ കുറെ വിദ്യാഭ്യാസ വിപ്ലവങ്ങൾ, അവർ നേതൃത്വം നൽകുന്ന സാമൂഹിക സംരംഭങ്ങൾ, പ്രസ്ഥാന നേതൃത്വങ്ങൾ, ഇത്തരത്തിലുള്ള കുറെ ടേക്ക് എവേകൾ ഇതിന്റെ ഭാഗമായി ഉണ്ടാകുമെന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? അത് തന്നെയാണ്. ഇതൊരു അഖിലേന്ത്യാ പ്രൊജക്റ്റാണ്. അതായത് നമ്മളുടെ പ്രൊജക്ടിന്റെ ഒരു പ്രത്യേകതയാണ്. കാരണം നമ്മൾ കേരളത്തിലിരുന്ന് ശബ്ദമുണ്ടാക്കിയതുകൊണ്ട് കാര്യമില്ലല്ലോ. കേരളത്തിൽ ഇപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഈ 20 കോടിയിൽ ഏതാണ്ട് 1 കോടിയോളമാണ്, 90 ലക്ഷം ആണ് മുസ്ലിങ്ങൾ കേരളത്തിലുള്ളത്. ബാക്കിയൊക്കെ കേരളത്തിന്റെ പുറത്താണ്. അപ്പം നമ്മളുടെ ഈ പ്രൊജക്റ്റിനെ പറ്റിയുള്ളൊരു വിഭാവന അതൊരു അഖിലേന്ത്യാ പ്രൊജക്റ്റാണ്. കേരളത്തിന് പുറത്തുള്ള ഏറ്റവും കഴിവും അതുപോലെ തന്നെ പ്രാഗൽഭ്യമുള്ള കുട്ടികളെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് അവർക്ക് കൂടി വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു പ്രൊജക്റ്റാണിത്. ഏറ്റവും സമർത്ഥരായ കുട്ടികളെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ പറയുന്ന വിഷൻ നമ്മൾക്ക് നേടിയെടുക്കണമെങ്കിൽ ഈ ഉയർന്ന സ്ഥലങ്ങളിൽ മത്സരത്തിലൂടെ അവർക്ക് എത്തിപ്പെടണമെങ്കിൽ അവർക്ക് അതിനുള്ള കഴിവ് വേണമല്ലോ. അപ്പൊ അങ്ങനത്തെ കുട്ടികളെയാണ് നമ്മൾ ഈ അൽജാമിയയുടെ തന്നെ മാൾഡ, മേവാത്ത് ക്യാമ്പസുകളിലേക്ക് കുട്ടികൾക്ക് ഇതിന്റെ പ്രയോജനം സിദ്ധിക്കാവുന്ന സ്വാഭാവികമായും അപ്പൊ ആ പരീക്ഷണം വിജയിക്കുമെന്നതിന്റെ തെളിവാണ് അൽജാമിയ. കാരണം ഇവിടെ ഇപ്പൊ 100-ലധികം കേരളത്തിന്റെ പുറത്തുള്ള വിദ്യാർത്ഥികളുണ്ടല്ലോ, ഇവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്. ലോ കോളേജ് തുടങ്ങുമ്പോൾ തന്നെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ പുറത്തുള്ള കുട്ടികൾ വന്നു. പിന്നെയും എത്രയോ കുട്ടികൾ ഇപ്പോൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചല്ലോ, ഇവിടെ കുട്ടികളില്ലാത്ത പ്രശ്നം എന്നുള്ളത്. അതൊരു അഖിലേന്ത്യാ പ്രൊജക്ടിന് ബാധകമല്ല. നമ്മൾ കേരളം എന്ന് പറഞ്ഞ ഒരു ടാവട്ടത്തിലുള്ളതല്ല, ഇതൊരു അഖിലേന്ത്യാ ക്യാമ്പസാണ്. അതിനുവേണ്ടി പ്രത്യേക എന്തെങ്കിലും പ്രോസസ്സുകൾ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും അത്തരത്തിലുള്ള ആളുകൾ വരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സുകൾ നമ്മൾ അതിന്റെ ഒരു വഴിയിൽ തന്നെയല്ലേ ഉള്ളത്? അതെ, അതിന്റെ വഴിയിലാണ് ഉള്ളത്. അത് നമ്മൾ അവിടേക്ക് എത്തും. അതായത് ഇപ്പൊ നമ്മൾക്ക് ലോ കോളേജ് അല്ലേ തുടങ്ങിയുള്ളൂ. ലോ കോളേജ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കേരളത്തിന്റെ പുറത്തുള്ള വിദ്യാർത്ഥികളെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. അതൊരു ചെറിയ ശ്രമമാണ്. വ്യത്യസ്ത എൻജിഒകളായിട്ടുള്ള ഒരുമിച്ചുള്ള എംഒയുകളൊക്കെ ഉണ്ടാക്കി കേരളത്തിലെ പുറത്തുള്ള വിദ്യാർത്ഥികളെ നമ്മൾ കൊണ്ടുവരും. അപ്പൊ വിദ്യാർത്ഥികളെ കിട്ടാത്ത ഒരു പ്രശ്നം നമ്മുടെ കോളേജിൽ ഉണ്ടാവില്ല, ഒരു അഖിലേന്ത്യാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആവുമ്പോൾ. ഇതില് ഇനി കളക്ഷനിലേക്ക് വന്നാല് കുറച്ചുപേര് ഇതിൽ കമന്റ് കൊടുക്കുന്നത് അറിയിപ്പ് കുറച്ച് നേരത്തെ കിട്ടണമായിരുന്നു, പെട്ടെന്നായിപ്പോയി എന്നൊരു തോന്നലുണ്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോ ഈ കളക്ഷനിലേക്ക് ഇനി ഒന്ന് പ്രത്യേകമായി പറയാനുള്ള ഇത് അതിന്റെ ആശയങ്ങളാണ്. ബാക്കിയുള്ള കളക്ഷനാണ് ഇപ്പൊ പ്രധാനം. ആശയങ്ങള് അല്ല. നമ്മള് എത്രയായിപ്പോ 3,08,00,000 അല്ലേ? 94,000 ആളുകളൊക്കെ ഉണർന്നെണീറ്റ് വരുന്നേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഏതായാലും ആളുകള് പരമാവധി ഇത് ഷെയർ ചെയ്യുകയും ആളുകൾ ഇതിലേക്ക് പണം ഇടുകയും ചെയ്യണം. എന്നാലേ ഇത് നമ്മളുടെ ക്യാമ്പയിൻ വിജയിക്കുള്ളൂ. പിന്നെ കൂടുതൽ സമയമില്ല, ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നമുക്ക് 7 കോടിയിൽ എത്തിയിട്ട് വേണം ഇത് ക്ലോസ് ചെയ്യാൻ. അതുകൊണ്ട് എല്ലാ ആളുകളും ഇതില് നമ്മളുടെ ഒരു പങ്കാളിത്തം ഇതിലുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഞാൻ ചില കാര്യങ്ങൾ പറയാം. ഇപ്പൊ ഞാനും നമ്മളൊക്കെ ഈ കിട്ടുന്ന കാശ്, ആരാണ് കാശ് തരുന്നത്, ഇങ്ങനെ എത്ര കാശ് വരുന്നത് എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പൊ എല്ലാ യാചകന്മാരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിങ്ങനെ നോക്കുമ്പോഴേ ഞാൻ ഇപ്പൊ 5,000, 10,000, 1,00,000, 50,000 എന്നൊക്കെ കാണുമ്പോഴേ അതിൻ്റെ ഇടയിൽ കാണാം 20 രൂപ, 50 രൂപ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ, അതായത് ഇതിൽ ആളുകൾക്ക് പങ്കെടുക്കാനുള്ള അവരുടെ ആഗ്രഹമാണ്. ചിലപ്പോൾ ആ 10 രൂപയായിരിക്കും 10 ലക്ഷത്തേക്കാൾ വലിയ സംഖ്യ. മനസ്ഥിതി. അതെ, ധനസ്ഥിതി. നിങ്ങൾ സാധാരണ പറയാറുള്ളത് പോലെ നിങ്ങൾ തന്നെയാണോ പറയുന്നത് അല്ലേ? ധനസ്ഥിതി, മനസ്ഥിതി. ഓക്കെ. അപ്പോ ഈ 10 രൂപ തരുന്ന ആൾക്കും അയാളുടെ ആഗ്രഹം എന്താ വെച്ചാൽ അതില് ഒരു മണൽത്തരി, ആ 7 കോടിയിലെ 10,000 ലക്ഷക്കണക്കിന് കോടാനുകോടി മണൽത്തരികളിൽ ഒരു 10 മണൽത്തരി എൻ്റെതായിരിക്കണം. ഇന്നലെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു 100 ചാക്ക് സിമെന്റ് തരാം. അതിലുള്ള സിമെന്റ് ആ ചുമര് കാണുമ്പോൾ എൻ്റെ സിമെന്റ് കൂടിയാണിത് എന്നെനിക്കൊരു സന്തോഷം ഉണ്ടാവും. അപ്പൊ എന്ന പോലെ ഈ പ്രൊജക്റ്റൊക്കെ ഉയർന്നു വരുമ്പോഴേ, നമ്മൾ മരിക്കാൻ കിടക്കുമ്പോഴേ
നമ്മളെപ്പോഴും ഈ മരണ അവസ്ഥയെ പറ്റിയാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മൾ മരിക്കാൻ കിടക്കുമ്പോൾ നമ്മൾ എന്താ നേടിയത്? ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ നേടിയിട്ടുണ്ടാവും. ഇപ്പം നമ്മൾക്ക് തൊട്ട് കാണിക്കാൻ ഉള്ള ചില കാര്യങ്ങളുണ്ടാവും. അതിങ്ങനെ നമ്മളെ മുമ്പിൽ സാക്ഷിയായിട്ട് നിൽക്കുന്നുണ്ടാവും. കുറേ നമ്മളെ അമലുകൾ ഉണ്ടാവും, നിസ്കാരം കാര്യങ്ങൾ. അപ്പം ഞാനുണ്ടാക്കിയ പള്ളി, അല്ലെങ്കിൽ ഞാനുണ്ടാക്കിയ മദ്രസ, അല്ലെങ്കിൽ എനിക്ക് പങ്കാളിത്തമുള്ള കോളേജ്, അപ്പം ഇതൊരു വലിയ പ്രൊജക്റ്റാണ്. ഇതൊരു സാധാരണ ഒരു മദ്രസ ഉണ്ടാക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു പള്ളി ഉണ്ടാക്കുന്ന പോലെയല്ല. അപ്പോൾ ഈ വലിയ പ്രൊജക്റ്റിൽ എൻ്റെ 10 രൂപ ഉണ്ട് എന്നൊരാൾക്ക് ആശ്വസിക്കാൻ പറ്റുമല്ലോ. അതാണ് ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ആ നിലക്ക് ആണ് ആളുകൾ ഈ 10 രൂപയും 20 രൂപയും തരുന്ന ആളുകളുടെ പ്രചോദനം എന്താണെന്ന് ഞാൻ ആലോചിച്ചപ്പോഴേ അവരായിരിക്കും ചിലപ്പോൾ നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും 50,000 ആരാ തന്നത്, 1,00,000 തന്ന ആരാണെന്ന് നോക്കുന്ന കൂട്ടത്തിൽ ഇതും നോക്കുമ്പോഴേ ഈ പള്ളി കളക്ഷന്റെ സമയത്തൊക്കെ ആളുകൾക്ക് ഈ QR പ്രശ്നങ്ങള്, സ്കാൻ പ്രശ്നങ്ങൾ, അത് ഞാനും കുറച്ച് ചോദിക്കാം. പള്ളി ഈ QR കോഡിന്റെ പ്രശ്നങ്ങളുണ്ട്. അതിനെ സംബന്ധിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ തന്നെ പറയുന്നതാ നല്ലത്. ലൈവാണത്. ഈ ലൈവ് എന്ന് പറഞ്ഞാൽ ഇത് സ്വാഭാവികമായൊരു ഇതാണ്. വളരെ കൃത്രിമമായിട്ട് നമ്മൾ ലൈവ് നടത്തേണ്ട കാര്യമില്ല. അപ്പൊ അതിന് നമുക്ക് ഓരോ ഈ QR-ലും ഓരോ നിശ്ചിത നമ്പർ എത്തിക്കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ആവും. ഇപ്പൊ 1000 നമ്പർ എത്തിക്കഴിഞ്ഞാൽ അടുത്ത QR ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ടെക്നിക്കൽ ടീം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ പുതിയ QR ആണ് നമുക്ക് അതിലുള്ളത്. പക്ഷെ അതിൽ ആപ്പ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പെട്ടെന്നുള്ള ഒരു വഴി. അതിന് ആപ്പ് വെബ് ലിങ്ക് നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗൂഗിൾ പേ ചെയ്യുന്നവർ തന്നെ ഗൂഗിൾ പേ സ്കാനർ ഉപയോഗിക്കുന്നതിന് പകരം നേരിട്ട് ബാങ്ക് ട്രാൻസ്ഫർ എന്നുള്ള ഗൂഗിൾ പേയിൽ ഓപ്ഷൻ ഉപയോഗിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലാതെ വരാനുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അതൊരു പണം അയക്കുന്നതിന്റെ ഒരു വഴിയെ കുറിച്ച് ആർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് തീർക്കാൻ വേണ്ടി കൂടിയാണ്. ഓക്കെ. അത് ആപ്പിലുള്ള ആളുകൾക്ക് ഉടനെ തന്നെ കിട്ടുന്നുണ്ട്. പക്ഷെ അതേസമയം ഈ ഗൂഗിൾ പേ മുഖേനയുള്ളത് നമ്മുടെ ബാങ്കിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ നൽകിയിട്ടുള്ള വാട്സപ്പിലേക്ക് അവർ അതിന്റെ ഡീറ്റെയിൽസ് അയക്കുന്നുണ്ട്. തിങ്കളാഴ്ചയോടുകൂടി അവർക്ക് റെസിപ്റ്റ് നമ്മൾ കൈമാറുന്നതായിരിക്കും. തിങ്കളാഴ്ചയോടുകൂടിയാണ്. പല ഓപ്ഷനും നമ്മുടെ മുമ്പിലുള്ള നമ്മളുടെ അറിയിപ്പുകളിലൊക്കെ പറഞ്ഞതുപോലെ ഈ 3-4 ഓപ്ഷനുകളിൽ ഓരോ ഓപ്ഷൻ പരാജയപ്പെടുമ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. ഇപ്പോൾ നമ്മളുടെ ഒന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, പിന്നെ ഗൂഗിൾ പേ മറ്റ് പേയ്മെൻറ്റ്, പിന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി അതൊന്നും ഇല്ലെങ്കിൽ ഇവിടെ നമ്പറുണ്ട്. ഈ നമ്പറിൽ വിളിച്ചാൽ ആളുകൾ ഇപ്പോൾ നിങ്ങളുടെ പരിസര പ്രദേശത്ത് നമ്മളുടെ അലുമിനി ഉണ്ട്. ഈ അലുമിനിക്കാരെ അടുത്ത് കാശ് കൊടുത്താൽ അവരിവിടെ എത്തിക്കും. അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളായിട്ട് ബന്ധപ്പെട്ട ആളുകളുണ്ടാവും, അവരുടെ അടുത്ത് കാശ് കൊടുത്താൽ അവർ ഇതെത്തിക്കും. അങ്ങനെ പല സംവിധാനങ്ങളുണ്ട്. ഇപ്പം നമ്മൾ കുറച്ച് ആളുകൾ ഈ സാങ്കേതിക പ്രശ്നം കൊണ്ട് പൈസ അടക്കാൻ പറ്റാത്തത് കൊണ്ടുകൂടിയാണ് ചിലപ്പോൾ കൂടുതൽ കാശ് ചില സമയങ്ങളിൽ വരാത്തത് എന്നാണ് പിന്നെ മനസ്സിലാവുന്നത്. പ്രൊമോഷൻ ഇദ്ദേഹത്തിന് നമ്മളുടെ ഇദ്ദേഹത്തിന്റെ പറഞ്ഞിട്ടല്ലേ? അത് അടുത്ത സെഷനിൽ നമുക്ക് അടുത്ത സെഷൻ ചെയ്യാം. അതോടെ വെയിറ്റ് ചെയ്യാം. അല്ല, അതിൽ ബാക്കി പ്രൊമോ പോയിക്കോട്ടെ. പ്രൊമോഷൻ നമ്മളുടെ എങ്ങനെ സ്ക്രീനിൽ നമ്മൾ ഈ പ്രൊമോഷൻ പോവാണോ അല്ലെങ്കിൽ സ്ക്രീനിലിടാണോ? ഓക്കെ, സ്ക്രീനിൽ പോകാൻ പറ്റുള്ളൂ. ആയിക്കോട്ടെ, എന്നാൽ സ്ക്രീനൊന്നും ഇട്. ഇത് ലോ കോളേജ് ആണ് അല്ലേ? ആ ശരി. ഇതിനെ പറ്റി പറയാൻ ഇപ്പൊ നമ്മളെ ലോ കോളേജ് ആണിത്. അല്ല, അത് ഇങ്ങനെ ഇടയിൽ പറയാം. മൈക്ക് കുത്തിക്കോളി. നമ്മളുടെ ലോ കോളേജിന്റെ വാക്ക് ത്രൂ ആണിത്. ബഹുമാനപ്പെട്ട മുനവർ അലി തങ്ങൾ കഴിഞ്ഞ നവംബറിൽ തറക്കല്ലിടുന്നു. ബഹുമാനപ്പെട്ട ജമാഅത്ത് ഇസ്ലാമി കേരള അമീർ മുജീബുർ റഹ്മാൻ സാഹിബ്, MLA നജീബ് സാഹിബ്,
പോലുള്ള ആളുകളൊക്കെ പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നത്. എ.ടിയുടെ വീഡിയോ ഒന്നുമില്ല. എ.ടിയുടെ വീഡിയോ നമുക്ക് അയച്ചിട്ടുണ്ട്. ലൈവിൽ വരുന്നു, ബ്രോഡ്കാസ്റ്റിൽ കൊടുക്കാം, വലിയ കൊടുക്കാം. 3 ഫ്ലോറുള്ള ബിൽഡിംഗ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ അതിൻ്റെ ഒരു വാക്ക് ത്രൂ ആണിത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു ക്വാളിറ്റി ചിത്രത്തിലുള്ളത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി പരിശ്രമിക്കും. ഇത്ര കെട്ടും മട്ടിലൊക്കെ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ലോ കോളേജുകൾക്ക് അത്ര ഒന്നും ഇൻഫ്രാസ്ട്രക്ചറിന്റെ സൗകര്യം ഇല്ലല്ലോ എന്നൊക്കെ ചിലർ ചോദിച്ചിരുന്നു. അത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ വളരെ പ്രധാനമാണ്. നമ്മൾ ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഇപ്പം ഈ ജാമ്യയിൽ ജാമ്യ എന്തുകൊണ്ടാണ് വിജയിച്ചത്? അതിൻ്റെ ഉള്ളടക്കം കൊണ്ട് മാത്രമല്ല, ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ട് കൂടിയാണ്. ഒരാൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇതിന് ഇപ്പം നമ്മളായാലും അങ്ങനെ തന്നെയുള്ളൂ. ഇതിൻ്റെ കെട്ടും മട്ടും ഇത് ഒരു തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ വളരെ പ്രധാനമാണ്. ഇപ്പം നിങ്ങൾ ഈ വെള്ളം ഏത് കുപ്പിയിൽ കൊടുക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. വെള്ളം വളരെ ഉഷാറാണ്, ഇത് അന്താരാഷ്ട്ര ക്വാളിറ്റി ഉള്ള വെള്ളമാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കുപ്പി വളരെ പ്രധാനമാണ്. അപ്പം അതുകൊണ്ട് കുപ്പി കൂടി നന്നാകുമ്പോഴാണ് ഈ പ്രൊഡക്റ്റ് നന്നാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ വളരെ പ്രധാനമാണ്. അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ഒരു ആത്മവിശ്വാസം വേണം. അല്ലാതെ നമ്മൾ വളരെ താഴ്ന്നൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇതുണ്ടാക്കിയിട്ട് കാര്യമില്ല. നമ്മൾ പറയുന്ന ഒരു ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി ആണല്ലോ. നമ്മുടെ നോളജ് വേൾഡിൻ്റെ മൊത്തം പ്രൊജക്റ്റ് കാണാത്തവരുണ്ടാവും. അതൊന്ന് ഇടുമോ? അത് ഇതിൽ ഒന്ന് കാണിക്കാൻ പറ്റുമോ? നോളജ് വേൾഡ് മൊത്തം വാക്ക് ത്രൂവും പറ്റും, ഇപ്പോൾ എൻ്റെ റിയൽ ഹെലികാം വ്യൂവും പറ്റും. അത് ചില ആളുകളൊന്നും അത് കണ്ടിട്ടുണ്ടാവില്ല. വഖഫിനെ പറ്റിയ ഒരു കാര്യം പറഞ്ഞാലോ അല്ലേ? നമ്മളെ ഇത് വഖഫ് ഇത് വരുന്നതിന്റെ മുമ്പേ നമ്മളുടെ ഈ പ്രൊജക്റ്റ് ഒരു വഖഫ് പ്രൊജക്റ്റാണ്. അതായത് ഇതൊരു കേവലമായ ഒരു ദാനധർമ്മമല്ല. ഇപ്പോൾ വഖഫ് നമ്മൾക്കറിയാലോ, സദക്ക നമ്മൾ സക്കാത്ത് കൊടുക്കുന്നപ്പോൾ നമ്മൾ ഒരാൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫക്കീറിന് 100 രൂപ കൊടുത്തു. അയാൾ ഭക്ഷണം കഴിച്ചു. അതോടുകൂടി ആ 100 രൂപ അവിടെ മലക്കുകൾ എഴുതി വെച്ചു, സബത്തൽ അജർ, കൂലി കിട്ടി. പക്ഷെ ആ ഭക്ഷണത്തിന് പിന്നെ ഭാവി ലോകത്ത് അതിന് വലിയ എന്താ പറയുക പ്രതിഫലനമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. വഖഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പൈസ കൊടുത്തു, പള്ളി ഉണ്ടാക്കി. ആ പള്ളി പിന്നെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. അവിടെ ഒരാൾ വന്ന് സുജൂദ് ചെയ്താൽ കാലാകാലം ആ പള്ളിയിൽ വന്ന് 10,000 ആളുകൾ സുജൂദ് ചെയ്യും. ആ സുജൂദിൻ്റെ ഒക്കെ കൂലി ഈ പള്ളിക്ക് വേണ്ടി 100 രൂപ കൊടുത്ത ആൾക്ക് കിട്ടും. അതാണല്ലോ വഖഫ്. അതാണ് സദഖത്തുൻ ജാരിയ എന്ന് പറയുന്നത്. ഒഴുകിക്കൊണ്ടിരിക്കുന്ന നിലക്കാത്ത സദഖ, സാധാരണ സദഖയല്ല. അതിനെ പറ്റിയാണ് നബി റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ മാത ഇബ്നു ആദം ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ്. 3 കാര്യങ്ങളല്ലാത്തൊക്കെ ഒരാൾ മരിച്ചാൽ മരിച്ചു, ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ ഒന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ് സദഖത്തുൻ ജാരിയ, ഈ പറഞ്ഞ വഖഫ്. അപ്പൊ ഇത് ഈ പ്രൊജക്റ്റിന് നമ്മൾ പൈസ കൊടുക്കുമ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ 1 രൂപയാണെങ്കിലും ഒരു വഖഫിന്റെ നിയത്തോടു കൂടി കൊടുക്കും. നമ്മളെ പ്രൊജക്റ്റ് നടക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരു വഖഫിൽ പങ്കാളികളാവുക എന്ന് പറയുന്നത് കൂടി നമ്മളുടെ ഒരു ആവശ്യമാണ്, ഇത് കൊടുക്കുന്ന ആളുകളുടെ ഒരു ആവശ്യം. അപ്പൊ ഇതൊരു വഖഫ് പ്രൊജക്റ്റാണ് എന്ന് നമുക്ക് എല്ലാവർക്കും ഓർമ്മ വേണം. ഇതായിരുന്നു 4 കൊല്ലം മുമ്പ് അൽജാമിയ നോളജ് വേൾഡിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ട അതിൻ്റെ ഒരു പ്ലാൻ. ഇതിൻ്റെ ഈ ആർക്കിടെക്ചർ. അപ്പോൾ അതിൽ ഈ പറയുന്ന നമ്മളുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും പല വ്യത്യസ്തമായ സ്കൂൾസ്
സ്കൂൾ ഓഫ് ആർട്സ്, സ്കൂൾ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, സ്കൂൾ ഓഫ് ലോ, സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസ്. ഇതാണിപ്പോൾ നമ്മളുടെ സയൻസ്, സ്കൂൾ ഓഫ് സയൻസ് എന്ന് പറയുന്നത്. ഈ ബിൽഡിങ് നമ്മളുടെ പ്ലാനിലുള്ളതായിരുന്നു. അൽഹംദുലില്ലാ ഇത് പൂർത്തിയായി. ഇത് വേറെ ഒരു 7 കോടിയുടെ ബിൽഡിംഗ് ആണ്. ഇതിപ്പോ ഈ മാസങ്ങൾക്ക് മുമ്പ് ഇത് പൂർത്തിയായി. ഇതിലിപ്പോ ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ വാക്ക് ത്രൂവിൽ കാണുന്ന ഇത്രയും ബിൽഡിങ്ങുകളാണ്. ഒന്ന് മുന്നോട്ടടിക്ക്, പിന്നെ കുറച്ച് ഇത്രയും ബിൽഡിങ്ങുകളുള്ള ഈ പ്രൊജക്റ്റ് അതാണ്. ഒരു മിനിറ്റ്. ഇതാണ് നമ്മളുടെ അലുമിനി ഏറ്റെടുത്തിരിക്കുന്ന ലൈബ്രറി, സെൻട്രൽ ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്റർ. അപ്പൊ ഇതും ഈ പറയുന്നത് പോലെ വലിയ 9 കോടി ചെലവ് വരുന്ന ഒരു പ്രൊജക്റ്റാണ്. ഇത് നമ്മളുടെ മറ്റേ ഖത്തർ നാഷണൽ ലൈബ്രറിയുടെയൊക്കെ അത്ര വലിയ ലൈബ്രറി അല്ല, അത് വലിയ ബില്യണുകളുടെ ലൈബ്രറിയാണ്, ഒരു ഗവൺമെന്റിന്റെ ലൈബ്രറിയാണ്. ഇത് ആ ഒരു മോഡലിൽ വിഭാവന ചെയ്ത ലൈബ്രറിയാണ്. പിന്നെ ഇതൊക്കെ വ്യത്യസ്തമായ കോളേജുകളാണ് നമ്മളുടെ ഈ ക്യാമ്പസിൽ, നോളജ് വേൾഡിൽ വരാൻ പോകുന്നത്. ഇത് കൾച്ചറൽ സെന്റർ എന്ന് പറയാവുന്ന പള്ളിയാണ്. 5000-6000-ഓളം ആളുകൾ നമസ്കരിക്കുന്ന 8 കോടി രൂപ ചെലവ് വരുന്ന ഒരു പള്ളിയാണ്. ഇതിന്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ എത്തിക്സും വാല്യൂസും ഉള്ള, നമ്മൾ ഡിഗ്രിയും ക്വാളിഫിക്കേഷനും മാത്രമല്ല, നമ്മൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളിൽ അവരിലുള്ള ഒരു സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾക്ക് വളരെ പ്രധാനമാണ്. ആ സംസ്കാരം നമ്മൾ രൂപപ്പെടുത്തുന്നത് ഇതുപോലുള്ള കൾച്ചറൽ സെന്ററുകൾ വഴിയായിരിക്കും. അപ്പോൾ ഇതൊരു മനോഹരമായ ഒരു പള്ളിയായിരിക്കും. ഈ ക്യാമ്പസിലെ മുഴുവൻ ആളുകൾക്കും, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 3000-ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളും ഉണ്ട് ഈ ക്യാമ്പസിൽ. അവർക്കും എല്ലാവർക്കും ഇപ്പോൾ തന്നെ 3000 വിദ്യാർത്ഥികൾ സ്കൂളിൽ പഠിക്കുന്നു, +2 വരെ. 1500-ഓളം കുട്ടികൾ ആർട്സ് കോളേജിലുണ്ട്. ലോ കോളേജ് നമ്മൾ തുടങ്ങി 200-ഓളം കുട്ടികൾ ലോ കോളേജിലുണ്ട്. ഇപ്പോൾ തന്നെ ഇത് ഏതാണ്ട് 5000 കുട്ടികളുള്ള ഒരു ക്യാമ്പസായി മാറിക്കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള കുട്ടികളൊക്കെ വരുമ്പോൾ ഏതാണ്ട് 15000-ഓളം ആളുകളുള്ള ഒരു ക്യാമ്പസ് മാറുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഇൻഷാ അല്ലാഹ്. അപ്പൊ അതിൽ 6000-ഓളം ആളുകൾക്ക് ജുമാ നമസ്കരിക്കാൻ ഉള്ള ഒരു സംവിധാനമാണ് ഈ പള്ളി എന്ന് പറയുന്നത്. അപ്പൊ ഇത് യാഥാർത്ഥ്യമായ ചിത്രം കൂടി ഒന്ന് നോക്കൂ. അതായത് നമ്മള് പിന്നെ ഇതിപ്പോ യാഥാർത്ഥ്യമായി. ഇതിന്റെ ആദ്യം മുതൽ അല്ലെ, പെരിന്തൽമണ്ണ ഊട്ടി റോഡാണിത്. ഈ മുന്നിൽ കാണുന്നത് പെരിന്തൽമണ്ണ ഊട്ടി റോഡാണ്. പെരിന്തൽമണ്ണ ഊട്ടി റോഡിൽ നിന്ന് നേരെ കയറുന്നത് നമ്മുടെ ക്യാമ്പസിലേക്കാണ്. ഇപ്പോൾ ഈ ക്യാമ്പസ് ഉണ്ടായിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ ഫസ്റ്റ് ബിൽഡിംഗ് ആണ്. ഇതാണ് നമ്മൾ ആദ്യം 2014 തുടങ്ങിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്ന് പറയുന്നത്. പിന്നെ ബാക്കി ഇതാണ് ഇപ്പൊ പുതുതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത്. വിട്ടോളൂ, ഓണാട്ട്. അപ്പൊ അതാണ് കാണുന്ന റോഡാണ് പെരിന്തൽമണ്ണ ഊട്ടി റോഡ്. ഇതിങ്ങനെ റോഡ് കയറി വന്ന് ഇതൊക്കെ ഇപ്പോൾ പുതുതായിട്ട് ഉണ്ടാക്കിയതാണ്. ഇതാണിപ്പോൾ ഈ സയൻസ് ആൻഡ് ടെക്നോളജി ബിൽഡിംഗ്, അടുത്ത് പൂർത്തിയായ ബിൽഡിംഗ് എന്ന് പറയുന്നത്. പോട്ടെ, നിങ്ങൾ ആ ബാക്കിൽ കാണുന്ന സ്ഥലം ഉണ്ടല്ലോ, അതാണ് ഈ 50 ഏക്കർ സ്ഥലം. ഈ 50 ഏക്കർ സ്ഥലം നിങ്ങളെപ്പോലെ തന്നെ സംഭാവനകൾ നൽകിയ ആളുകൾ അവരുടെ വഖഫ് ഓഹരികളായിട്ട് 5 സെന്റും 10 സെന്റും ആയിട്ടാണ് നമ്മൾ ഈ 50 ഏക്കറയിൽ എത്തിയത്. ആ ദൂരെ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഹോസ്റ്റൽ പണി പൂർത്തിയായി എന്ന് പറഞ്ഞ ഇതാണ്. ഇതിപ്പോ ഗേൾസ് ഹോസ്റ്റലാണ്. ഇതിൽ ആൾറെഡി ഗേൾസ് താമസിച്ച് തുടങ്ങി. അതിന്റെ അപ്പുറത്ത് കുറച്ച് ദൂരെയായിട്ടാണ് ബോയ്സ് ഹോസ്റ്റൽ. ഇതിന്റെ വർക്ക് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതും വൈകാതെ പൂർത്തീകരിക്കാനാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ കാണുന്ന തെങ്ങ്, റബ്ബർ, 50 ഏക്കർ ഭൂമിയിലുള്ളത് തെങ്ങും റബ്ബറുമാണ്. അപ്പൊ അതാണ് നമ്മളുടെ ഭൂമി എന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ ഓരോന്നായിട്ട് നമ്മളുടെ ബിൽഡിങ്ങുകൾ ഇൻഷാ അല്ലാഹ് വരും.
വളരെ മനോഹരമായ ഒരു ഈ യൂണിവേഴ്സിറ്റി ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരിക്കും അത്. സാന്ദർഭികമായി പറയാണ്. കാരണം ഈ പെരിന്തൽമണ്ണ ഊട്ടി റോഡിൽ അല്പം കുന്നായ ഒരു ചെങ്കുത്തായ പ്രദേശമാണിത്. നമ്മുടെ ഈ ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ റോഡിൽ നിന്ന് കാണാൻ പെരിന്തൽമണ്ണയിലേക്ക് ഊട്ടി റോഡിൽ സഞ്ചരിക്കുന്ന എല്ലാ ആളുകളും കാണുന്ന ഒരു ക്യാമ്പസ് ആയിരിക്കും ഇത്. ഇൻഷാ അല്ലാ. പോട്ടെ. ഇത് നമ്മളുടെ നിലവിലുള്ള ജാമിയ ഇസ്ലാമിയാണ്. സാന്ദർഭികമായിട്ട് ഇതും ഇങ്ങനെ തന്നെയായിരുന്നു. ഒരു കാലത്ത് വെറും പ്ലാനായിരുന്നു. ആ പ്ലാനാണ് കുറെ ആളുകളുടെ സഹായം കൊണ്ട് ഒരു യാഥാർത്ഥ്യമായി മാറിയത്. ഇന്ന് കാണുന്ന ജാമിയ ഇസ്ലാമിയാണിത്. കുറച്ച് മുന്നോട്ടടിക്കണം. നല്ല ഭാഗങ്ങൾ ഇത് ഫുള്ള് ഏതാണ്ട് 20 ഏക്കർ ഭൂമിയിൽ വികസിച്ച് കിടക്കുന്ന ക്യാമ്പസാണ്. പോട്ടെ. ജാമിയ ഇസ്ലാമിയുടെ ക്യാമ്പസ്. ഇതിലോരോ ഉസൂലുദ്ദീൻ ശരിയ കോളേജ്, ഉസൂലുദ്ദീൻ കോളേജ്, PG കോളേജുകള്, പള്ളി, അഡ്മിൻ ബ്ലോക്ക്, ലൈബ്രറി, 3 നിലയുള്ള ഒരു വലിയ ഇസ്ലാമിക് റെഫറൻസ് ലൈബ്രറി ഉണ്ട് ഇവിടെ. വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ, ക്യാൻറ്റീൻ, IT സെന്റർ, സ്റ്റാഫിന്റെ ഇതില് കേരളത്തിന്റെ പുറത്തുനിന്നുള്ള അധ്യാപകരുണ്ട്. സ്റ്റാഫ് ക്വാർട്ടേഴ്സ്, ഇതൊക്കെ കൂടി ചേർന്നാണ്. കുട്ടികളുടെ ഹോസ്റ്റൽ കുറച്ച് അപ്പുറത്ത് വേറൊരു ഭാഗത്ത് ബോയ്സ് ഹോസ്റ്റൽ ഉണ്ട്. അതുപോലെ തന്നെ ഈ ബിൽഡിങ്ങിൽ ഇതിന്റെ ബാക്കിൽ ഗേൾസ് ഹോസ്റ്റൽ ഉണ്ട്. ഇതും അൽഹംദുലില്ലാ വലിയൊരു ക്യാമ്പസാണ്. ഈ ഒരു ക്യാമ്പസ് നമ്മൾ 8 വർഷം കൊണ്ടാണ് വികസിപ്പിച്ചെടുത്തത്. 8 വർഷം കൊണ്ട് ആണ് ഈ ക്യാമ്പസിലെ ബിൽഡിങ്ങുകൾ മുഴുവനും കൊണ്ടുവന്നത്. പഴയ ശാന്തപുരം ഇസ്ലാമിയ കോളേജിന്റെ ബിൽഡിങ്ങുകൾ ഇവിടെ ഒരു ബിൽഡിംഗ് ആണ് ഇവിടെ പഴയതുള്ളത്. ബാക്കിയുള്ള ബിൽഡിങ്ങുകളൊന്നും ഇപ്പൊ ഇല്ല. ഈ കാണുന്ന ബിൽഡിങ്ങുകൾ, മുഖ്യമായി കാണുന്ന ബിൽഡിങ്ങുകൾ മുഴുവനും അൽജാമിയ ബിൽഡിങ്ങുകളാണ്.